ഓട്ടട ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാവേ. ഗോതമ്പ് പൊടി, കുറച്ചുപ്പ്, ഇത് ബാറ്റർ ആക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാറ്റർ ആക്കാം. എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസാക്കണേ ലൂസാക്കാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കാറ്. തേങ്ങ, ഞാൻ ശർക്കര ഇടും. ചിലപ്പോൾ വീട്ടിൽ പഞ്ചസാര തനിയെ ഇടാറുണ്ട്. ഞാൻ ശർക്കര ഇട്ടാലും കുറച്ച് പഞ്ചസാരയും കൂടി ഇടും. ഇതിനകത്ത് ഏലക്ക വേണ്ടവർക്ക് പൊടിച്ചിടാം. ഞാൻ അങ്ങനെ ഏലക്ക ഇടാറില്ല. വാഴയില സെറ്റാക്കുക. ഞാൻ പറമ്പിൽ പോയി വാഴയില മുറിച്ചെടുത്തു. എന്നിട്ട് തേങ്ങയും ശർക്കരയും പഞ്ചസാരയും കൂടെ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി വാഴയില ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ബാറ്റർ, ഈ സമയത്താണ് ബാറ്റർ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കാറ്. തിക്കായിട്ടെടുത്താൽ കുറച്ചും കൂടി തിക്കായിട്ടിരിക്കും. ബാറ്റർ ഇലയിൽ സ്പ്രെഡ് ചെയ്യുക. ഇല മടക്കാനുള്ളതാണ്, അത് അനുസരിച്ച് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും പഞ്ചസാരയും കൂടെയുള്ള ആ മിക്സ് സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇല മടക്കുക. ഓട്ടട വെന്ത് കിട്ടാൻ നല്ല സമയമെടുക്കും. ലോ ഫ്ലെയിമിൽ അടുപ്പിൽ കുറച്ചേറെ സമയം വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഓട്ടട ആയിട്ടുണ്ട്. ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചാൽ മതി, അടിക്ക് പിടിക്കില്ല. തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി. അനിയനെ ഓഫീസിൽ പോകാനായിട്ട് 2 ഓട്ടട ഞാൻ ടിഫിനിലും റെഡിയാക്കി. അപ്പോൾ അടിപൊളി ഓട്ടട, വളരെ എളുപ്പമുള്ള പലഹാരമാണ് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ.